എല്ലാവർക്കും നമസ്കാരം. ഓവനും മുട്ടയും മൈദയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മൾ ബിസ്ക്കറ്റ്സൊക്കെ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ പൊടിഞ്ഞു പോകാറുണ്ട്. അതെടുത്ത് വെച്ചാൽ നമുക്കിതുപോലെ കേക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 2-3 ടൈപ്പിലുള്ള ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാം ബിസ്ക്കറ്റ്സ് വരും. നമ്മൾക്കത് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് 2-3 തവണയായി ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കണം. 2-3 തവണയായിട്ടിത് പൊടിച്ചെടുക്കാം. അതൊരു വലിയ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം, മിക്സിംഗ് ബൗളിലേക്ക്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. 2-3 തവണയായിട്ട് പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാനിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ബേക്ക് ചെയ്യുന്നതിനുള്ള റൗണ്ട് ടിന്ന് മയം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാനിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തിയിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബൗള് ഇറക്കി വെച്ച് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് ബേക്ക്ഡ് ആയിട്ട് കിട്ടും. ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 30 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബേക്ക്ഡ് ആകാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ബേക്ക്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി നല്ല സോഫ്റ്റ് കേക്കാണ്. പുറത്തെടുത്ത് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിനൊന്ന് ചോക്ലേറ്റ് ഐസിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ടത് മെൽറ്റായി കഴിയുമ്പോൾ കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പം കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. നമുക്കിങ്ങനെയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ചോക്ലേറ്റ് ഐസിങ് ഒക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്സ് വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.